ഖസാനത്തുൽ ഇൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Dear students, good morning. ശ്രീ ജവഹർലാൽ നെഹ്റു എന്നുള്ള ചാപ്റ്റർ അർണോൾഡ് ടോയിൻബി എഴുതിയ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയുള്ള ഒരു എക്സ്ട്രാക്റ്റ്. അതായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടാവും. നെഹ്റു ജനറലിനെ മീറ്റ് ചെയ്യുന്നു. വളരെ കൂളായിട്ട് ആ ഒരു സിറ്റുവേഷനെ നെഹ്റു ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. പേജ് നമ്പർ 14 ലാസ്റ്റ് പാരഗ്രാഫാണ്. മൈ നെക്സ്റ്റ് മീറ്റിംഗ്, അർണോൾഡ് ടോയിൻബി പറയുകയാണ്, എഴുത്തുകാരൻ പറയുകയാണ്, മൈ നെക്സ്റ്റ് മീറ്റിംഗ് വിത്ത് പണ്ഡിറ്റ് നെഹ്റു വാസ് ഇൻ വെരി ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ്. നെഹ്റുവുമായിട്ട് എൻ്റെ അടുത്ത മീറ്റിംഗ് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലായിരുന്നു. ആദ്യം മീറ്റ് ചെയ്ത പോലെയുള്ള സാഹചര്യങ്ങളിലായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഇൻ ലണ്ടൻ, അത് ലണ്ടനിലായിരുന്നില്ല. ഇറ്റ് വാസ് ഇൻ ഡൽഹിയിൽ വെച്ചായിരുന്നു. ദ ഡേറ്റ് വാസ് ദ ലാസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി 1957. 1957 ഫെബ്രുവരിയിലെ അവസാന ആഴ്ചയിലായിരുന്നു ആ മീറ്റിംഗ് നടന്നത്. ആൻഡ് മിസ്റ്റർ നെഹ്റു വാസ് നൗ നോട്ട് എ റീസെൻ്റ്ലി റിലീസ്ഡ് പ്രിസണർ. നെഹ്റു ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള, ഈ അടുത്ത് ജയിലിൽ നിന്നും റിലീസായിട്ടുള്ള ഒരു ജയിൽ പുള്ളിയല്ല, ഒരു പ്രിസണറല്ല. ആദ്യം അദ്ദേഹം നെഹ്റുവിനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു റീസെൻ്റ്ലി റിലീസ്ഡ് പ്രിസണറായിരുന്നു. ആ സമയത്ത് ജയിലിൽ നിന്ന് വന്ന ഒരു പ്രിസണറായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഹി വാസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതാണ് ആദ്യം പറഞ്ഞത്, സർക്കംസ്റ്റൻസസ് ഡിഫറൻ്റ് ആണെന്ന്. വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഈ 2 മീറ്റിങ്ങിലും ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം. ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. ആൻഡ് ബൈ ദിസ് ടൈം ഹി ഹാഡ് ബീൻ ഇൻ ഓഫീസ് ഫോർ ലിറ്റിൽ ലെസ് ദാൻ 10 years. ഈ സമയം ആവുമ്പോഴേക്ക് അദ്ദേഹം നെഹ്റുവിനെ രണ്ടാമത് കാണുന്ന സമയത്ത് ഹി ഹാഡ് ബീൻ ഇൻ ഓഫീസ് ഫോർ ലിറ്റിൽ ലെസ് ദാൻ 10 years. 10 വർഷത്തോളം, 10 വർഷത്തിൽ കുറച്ച് താഴെ. ലിറ്റിൽ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കുറവ്. 10 വർഷത്തിൽ കുറച്ച് കുറവ് മീൻസ് 10 വർഷത്തോളം അദ്ദേഹം ഓഫീസിൽ ആയിരുന്ന സമയത്ത്. ഓഫീസ് മീൻസ് അദ്ദേഹം പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്, അതായത് പ്രൈം മിനിസ്റ്ററായിട്ട് 10 വർഷം ആവുന്നു. ആ സമയത്താണ്. ഓൺ ദിസ് ഒക്കേഷൻ ഇറ്റ് വാസ് മൈ ടേൺ ടു ബി എംബാരസ്ഡ് അറ്റ് മീറ്റിംഗ് ഹിം. ഈ ഒരു ഒക്കേഷനിൽ, ഈ ഒരു സാഹചര്യത്തിൽ, ഇറ്റ് വാസ് മൈ ടേൺ, ഇത് എൻ്റെ ടേൺ ആയിരുന്നു, ടു ബി എംബാരസ്ഡ് അറ്റ് മീറ്റിംഗ് ഹിം, അദ്ദേഹത്തിനെ കണ്ടിട്ട് അമ്പരക്കുവാൻ. ഞാനാണ് വിധിക്കപ്പെട്ടതെന്നൊക്കെ അർത്ഥം. അതായത് ഇപ്രാവശ്യം അമ്പരുന്നത് ഞാനാണ്. ടോയിൻബി പറയുകയാണ്, ഇപ്രാവശ്യം അമ്പരുന്നത് ഞാനാണ്. I was on my way from the Ashoka Hotel via Shahjahanabad and the all civil lines to the university where I was to receive an honorary degree. അദ്ദേഹം എന്തിനായിരുന്നു വന്നതെന്ന് നോക്കാം. I was on my way from the Ashoka Hotel. അശോക ഹോട്ടലിൽ നിന്നും ഞാൻ എൻ്റെ വഴിയിലായിരുന്നു, മീൻസ് ഞാൻ വരികയായിരുന്നു. വിയ മാർഗം, എന്ത് മാർഗം? ഷാജഹാൻബാദ് മാർഗം, ആ വഴിയിലൂടെയാണ് വന്നത്. ആൻഡ് ദ ഓൾഡ് സിവിൽ ലൈൻസ് ഷാജഹാൻബാദൊക്കെയുള്ള ആ വഴിയിലൂടെയായിരുന്നു ഞാൻ വരുന്നത്. ടു ദ യൂണിവേഴ്സിറ്റിയിലേക്ക്. വേർ ഐ വാസ് ടു റിസീവ് ആൻ ഓണററി ഡിഗ്രി. യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് എനിക്ക് അവിടെ ഒരു ഓണററി ഡിഗ്രി സ്വീകരിക്കാനുണ്ടായിരുന്നു. ആ ഒരു സ്വീകരണ ചടങ്ങിലേക്കാണ് ഞാൻ വരുന്നത്. ഐ ഹാഡ് ബീൻ ടോൾ ടു മൈ സർപ്രൈസ് ആൻഡ് പ്ലഷർ. എന്നോട് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ടു മൈ സർപ്രൈസ് ആൻഡ് പ്ലഷർ, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ദ പ്രൈം മിനിസ്റ്റർ വാസ് ഗോയിങ് ടു ബി പ്രസൻറ്റ്. എന്താണ് പറഞ്ഞിരുന്നത്? പ്രൈം മിനിസ്റ്റർ ആ ഒരു ഫംഗ്ഷനിൽ പ്രസൻറ്റ് ആയിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐ വാസ് നൗ ഓൾറെഡി വെരി ലേറ്റ് ഫോർ മൈ അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം ലേറ്റായിട്ടുണ്ട്. എൻ്റെ അപ്പോയിൻമെൻറ്റിന് ഞാൻ വളരെ ലേറ്റായിട്ടുണ്ട്, കുറച്ച് താമസിച്ചു പോയി ഞാൻ. ആൻഡ് ഇറ്റ് വാസ് ബാഡ് ഇനഫ് ടു ബി കീപ്പിംഗ് ദ യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് വെയിറ്റിംഗ്. ശരിക്കും
യൂണിവേഴ്സിറ്റിയിലെ അതോറിറ്റീസ്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇറ്റ് വാസ് ബാഡ് ഇനഫ്. അത് ശരിക്കും നല്ലൊരു ഹാബിറ്റ് അല്ല വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. ഇറ്റ് വാസ് ബാഡ് ഇനഫ് ടു ബി കീപ്പിംഗ് ദ യൂണിവേഴ്സിറ്റീസ് അതോറിറ്റീസ് വെയിറ്റിംഗ്, ബട്ട് ഐ വാസ് കീപ്പിംഗ് ദ പ്രൈം മിനിസ്റ്റർ വെയിറ്റിംഗ് ടു. മാത്രമല്ല ഞാൻ പ്രൈം മിനിസ്റ്ററെയും വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം നെഹ്റു പങ്കെടുക്കുന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് എന്നെ അറിയിച്ചൊരു പരിപാടിക്കാണ് ഞാൻ ലേറ്റായിട്ട് പോകുന്നത്. സോ ഐ വാസ് കീപ്പിംഗ് ദ പ്രൈം മിനിസ്റ്റർ വെയിറ്റിംഗ് ടു. പ്രൈം മിനിസ്റ്ററെയും ഞാൻ നിൽപ്പിക്കുകയാണ്. എൻ്റെ ഒരു കാരണം കൊണ്ട് അദ്ദേഹവും കാത്തു നിൽക്കുകയാണ്. ആൻഡ് പ്രൈം മിനിസ്റ്റർ ഹാവ് നോ ടൈം ടു വേസ്റ്റ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോ ടൈം ടു വേസ്റ്റ്. ഒരു സമയവും പാഴാക്കാനില്ലാത്ത ആളാണ്. എന്നിട്ട് പോലും ഞാൻ അയാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. The Ashoka Hotel and the university are at opposite extremities of the wide area over which the 7 Delhis are spread. അശോക ഹോട്ടലും യൂണിവേഴ്സിറ്റിയും, ഇദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകേണ്ടത്, അശോക ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. ആർ ദ ഓപ്പോസിറ്റ് എക്സ്ട്രീമിറ്റീസ് ഓഫ് ദ വൈഡ് ഏരിയ ഓവർ വിച്ച് ദ 7 Delhis are spread. എക്സ്ട്രീമിറ്റി മീൻസ് അറ്റം എന്നാണ്. ഇത് രണ്ടും വിപരീത അറ്റങ്ങളിലാണ്, രണ്ടറ്റങ്ങളിലാണ് എന്ന് പറയാം. ഈ അശോക ഹോട്ടലും യൂണിവേഴ്സിറ്റിയും രണ്ടറ്റങ്ങളിലാണ്. ഓഫ് ദി വൈഡ് ഏരിയ ഓഫ് വിച്ച് ദ 7 Delhis are spread. 7 Delhis എന്ന് പറയുന്നത് അന്ന് ഡൽഹിയിലെ ഈ പ്രമുഖ സിറ്റീസ്, 7 സിറ്റീസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഫിറോസാബാദ്, മെഹ്റൗളി, തുഗ്ലക്കാബാദ്, ന്യൂഡൽഹി, ഇങ്ങനെയുള്ള 7 സിറ്റീസ് ഉണ്ടായിരുന്നു. ഇതിനാണ് അന്ന് 7 Delhis എന്ന് പറഞ്ഞിരുന്നത്. ഈ 7 Delhis എന്ന് പറഞ്ഞാൽ ഇതൊരു വൈഡ് ഏരിയ ആണ്, വലിയ വിശാലമായ ഒരു പ്രദേശമാണ്. അതിൻ്റെ രണ്ടറ്റങ്ങളിലാണ് ഹോട്ടൽ അശോക ഹോട്ടലും യൂണിവേഴ്സിറ്റിയും ഉള്ളത്. In most of the Delhis, the traffic is as thick nowadays as it is in the world's other great cities. ഡൽഹിയിലെ മിക്ക സ്ഥലങ്ങളിലും ട്രാഫിക് എന്ന് പറയുന്നത് ആസ് തിക് നവഡേയ്സ് ആസ് ഇറ്റ്സ് ഇൻ ദ വേൾഡ്സ് അതർ ഗ്രേറ്റ് സിറ്റി, ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികളിലുള്ള തിക്ക് ട്രാഫിക്, അവിടെയുള്ള ഇടുങ്ങിയ ട്രാഫിക്കിൻ്റെ അത്രയും തന്നെ ട്രാഫിക്കുള്ള സ്ഥലമാണ് ഡൽഹി. ഓക്സ് കാർട്സ് ആർ മോർ എഫക്റ്റീവ് ഓബ്സ്റ്റക്കിൾസ്. ഓക്സ് കാർട്സ് മീൻസ് കാളവണ്ടികളാണ്. കാളവണ്ടികളാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള തടസ്സങ്ങൾ. അതായത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉണ്ടാക്കുന്നത്, തടസ്സം ഉണ്ടാക്കുന്നത് കാളവണ്ടികളാണ്. ടു പ്രോഗ്രസ് ദാൻ കാസ്. ഒബ്സ്റ്റക്കിൾസ് ടു പ്രോഗ്രസ്. പ്രോഗ്രസ് മീൻസ് മുന്നോട്ട് പോകാനുള്ള തടസ്സം ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ തടസ്സം ഉണ്ടാക്കുന്നത് കാളവണ്ടികളാണ്. ദാൻ കാസ്, കാറിനേക്കാളും. ആൻഡ് ഓക്സ് കാർട്സ് abound in the narrow streets of Shahjahan's walled city. ഷാജഹാൻസ് വാൾഡ് സിറ്റി മീൻസ് ഷാജഹാൻ്റെ പേരിലൊരു സിറ്റി ഉണ്ട് അവിടെ. വാൾഡ് സിറ്റിയാണത്. അതായത് ആ സിറ്റിയുടെ പ്രത്യേകത അതിന് ചുറ്റും മതിലുണ്ടാവും, അതേപോലെ റോഡിൻ്റെ രണ്ട് സൈഡിലും മതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ട്രാഫിക് കുറച്ച് കൂടുതലായിരിക്കും. ഓക്സ് കാർട്സ് എബൗണ്ട് മീൻസ് നിറഞ്ഞിരിക്കുകയാണ്, കാളവണ്ടികൾ നിറഞ്ഞിരിക്കുകയാണ്. ഇൻ ദ നാരോ സ്ട്രീറ്റ്സ്, ഇടുങ്ങിയ തെരുവുകളിൽ. എവിടുത്തെ? ഷാജഹാൻസ് വാൾ സിറ്റി, ഷാജഹാൻ്റെ വാൾഡ് സിറ്റിയുടെ ഇടുങ്ങിയ തെരുവുകളിൽ മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് ഓക്സ് കാർട്സ്. വിച്ച് കനോട്ട് ബി ബൈപ്പാസ്ഡ്. മാത്രമല്ല അവിടെ ഒരു ബൈപ്പാസ് എന്നുള്ളത് ഒരു സ്കോപ്പൊന്നുമില്ല. ബൈപ്പാസ് മീൻസ് ഒരു ഷോർട്ടിന് പോവുക, വേറൊരു റോഡിന് നമ്മൾ ഷോർട്ടായിട്ട് എത്തുന്നതിനാണല്ലോ ബൈപ്പാസ് എന്ന് പറയുന്നത്, വേറൊരു വഴിയിൽ പോകുന്നത്. അങ്ങനെ ഉള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് ലേറ്റർ ആൻഡ് ലേറ്റർ ഫോർ മൈ അപ്പോയിൻമെൻറ്റ്. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റിന് വീണ്ടും താമസിക്കുകയായിരുന്നു, കൂടുതൽ താമസിക്കുകയായിരുന്നു. Could I hope that Mr. Nehru would treat me as leniently as he had treated that general some 20 years back? അപ്പോൾ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. Could I hope that, എനിക്ക് പ്രതീക്ഷിക്കാമോ, മിസ്റ്റർ നെഹ്റു വുഡ് ട്രീറ്റ് മീ, നെഹ്റു എന്നെ ട്രീറ്റ് ചെയ്യുമെന്ന്, നെഹ്റു എന്നെ സ്വീകരിക്കുമെന്ന് അല്ലെങ്കിൽ എന്നെ കണക്കാക്കുമെന്ന്, ആസ് ലീനിയൻലി ആസ് ഹി ഹാഡ് ട്രീറ്റഡ് ദ ജനറൽ സം 20 years ബാക്ക്. 20 വർഷങ്ങൾക്ക് മുമ്പ് ജനറലിനെ എത്രമാത്രം സൗമ്യതയോടുകൂടിയാണോ അദ്ദേഹം ട്രീറ്റ് ചെയ്തത്, അതേപോലെ എന്നെ ഇപ്രാവശ്യം അദ്ദേഹം ട്രീറ്റ് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ജനറലുമായിട്ടുള്ള ആ മീറ്റിംഗ്, ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന മീറ്റിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ടോയിൻബി ഇങ്ങനെ ശങ്കിക്കുകയാണ്, അതേപോലെ തന്നെ ഇപ്രാവശ്യം അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്യുമായിരിക്കുമോ? സഡൻലി I saw a figure in white running towards our car and signaling to us the direction that we were to take. പെട്ടെന്ന് ഞാൻ കണ്ടു, ഞാൻ കണ്ടു എ ഫിഗർ, ഒരു രൂപം കണ്ടു. എന്താണ്? ഇൻവൈറ്റ്, വെള്ള,
വെള്ള കളറിലുള്ളൊരു രൂപം, റണ്ണിങ് ടുവാർഡ്സ് അവർ കാർ, ഞങ്ങളുടെ കാറിന് നേരെ ഓടി വരികയാണ്. ആൻഡ് സിഗ്നലിംഗ് ടു അസ്, ഞങ്ങൾക്ക് ഇങ്ങനെ സിഗ്നൽ കാണിക്കുകയാണ്. ടു ദ ഡയറക്ഷൻ ദാറ്റ് വി വർ ടു ടേക്ക്, ഞങ്ങൾക്ക് പോകേണ്ട ദിശ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഇറ്റ് വാസ് മിസ്റ്റർ നെഹ്റു ഹിംസെൽഫ്, അത് നെഹ്റു തന്നെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, 10 വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇവർക്ക് വഴി കാണിച്ചു വരാൻ വേണ്ടിയിട്ട് വരുന്നത്. ആൻഡ് ഹി വാസ് നോട്ട് ആംഗ്രി ദിസ് ടൈം ഈദർ, അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല, ദേഷ്യവാനായിരുന്നില്ല എന്ന് മാത്രമല്ല, ബട്ട് ഹി ഹാഡ് ഫെൽറ്റ് കൺസേൺ ടു ഹെൽപ്പ് us ഓൺ അവർ വേ, അദ്ദേഹം ഞങ്ങളെ വഴി കാണിച്ചു തന്നുകൊണ്ട് സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കൂടെ അദ്ദേഹം കാണിച്ചു. സോ ഹി ഹാഡ് സ്ലിപ്ഡ് ഔട്ട് ഓഫ് ദ യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്, അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ടു ദി കൺസ്റ്റർനേഷൻ ഓഫ് ഹീസ് സെക്യൂരിറ്റി മാൻ, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി പീപ്പിളിനെ, അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് ഹി വാസ് നൗ റോമിങ് ദ സ്ട്രീറ്റ്സ് ഇൻ സെർച്ച് ഓഫ് us, എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ സ്ട്രീറ്റിൽ, തെരുവുകളിൽ ഇങ്ങനെ റോം ചെയ്യുകയാണ്, അലഞ്ഞു തിരിയുകയാണ്. ഇൻ സെർച്ച് ഓഫ് us, ഞങ്ങളെ തിരഞ്ഞുകൊണ്ട്, ഞങ്ങളെ തേടിക്കൊണ്ട് അദ്ദേഹം സ്ട്രീറ്റിൽ ഇങ്ങനെ റോം ചെയ്യുകയാണ്, അലഞ്ഞു തിരിയുകയാണ്. സോ ഫാർ ഫ്രം ഹോൾഡിങ് ഇറ്റ് അഗെയിൻസ്റ്റ് us that we had involuntarily kept him waiting, he asked us to dinner. പിന്നെ എന്താണ് സംഭവിച്ചത്? So far from holding it against us, that we had involuntarily kept him waiting. Involuntarily means without intention, അറിയാതെയാണെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള ആ ഒരു പ്രശ്നം ഞങ്ങളുടെ നേരെ തിരിക്കാതെ, സോ ഫാർ ഫ്രം ഹോൾഡിങ് ഇറ്റ് അഗെയിൻസ്റ്റ് us, ഞങ്ങൾക്കെതിരായിട്ട് അതിനെ തിരിക്കാതെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഹി ആസ്ക്ഡ് us ടു ഡിന്നർ, ഞങ്ങളോട് ഡിന്നറിന് വേണ്ടി അദ്ദേഹം ഞങ്ങളെ വിളിക്കുകയാണ്. ഇറ്റ് വാസ് എ സ്മോൾ ഫാമിലി പാർട്ടി ഇൻ ഹിസ് ഹോം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെറിയൊരു ഫാമിലി പാർട്ടി ആയിരുന്നു അത്. വിച്ച് വാസ് ഓഫ് കോഴ്സ്, എന്നാൽ അത് തീർച്ചയായും പെർട്ടിക്കുലർലി എഗ്രിയബിൾ ഫോർ us, വളരെ സ്വീകാര്യമാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീകാര്യമായിട്ടുള്ള, എഗ്രിയബിൾ മീൻസ് സ്വീകാര്യമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. വൺസ് അഗെയിൻ, ഒരു പ്രാവശ്യം കൂടെ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നോക്കിയ ജവഹർലാൽ നെഹ്റുവിനെ 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മീറ്റ് ചെയ്തപ്പോൾ രണ്ടാമത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഇംപ്രഷനാണിത്. വൺസ് അഗെയിൻ അദ്ദേഹം പറയുന്നു, ഒരു പ്രാവശ്യം വീണ്ടും മിസ്റ്റർ നെഹ്റു ഹാഡ് ഇംപ്രസ്ഡ് മീ, നെഹ്റു എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. ആൻഡ് ദിസ് ടൈം, നെഹ്റുവിൻ്റെ എന്താണ്, എന്നിൽ വലിയ ഒരു മതിപ്പുണ്ടാക്കി നെഹ്റുവിൻ്റെ ഈ ഒരു സ്വഭാവം. ആൻഡ് ദിസ് ടൈം, ഈ സമയത്ത്, ദാറ്റ് ഐ ഹാഡ് ഫോൺ പെർട്ടിക്കുലർലി ഇംപ്രസീവ് ഇൻ ഹിം വാസ് ഹിസ് ഇമ്മ്യൂണിറ്റി ഫ്രം എ പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്യുപ്പേഷണൽ മാലഡീസ്. ഇപ്രാവശ്യം എനിക്ക് വളരെ ഇംപ്രസീവായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? ഇൻ ഹിസ് ഇമ്മ്യൂണിറ്റി ഫ്രം എ പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്യുപ്പേഷണൽ മാലഡീസ്. ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ, ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഒക്യുപ്പേഷണൽ മാലഡീസ് ഉണ്ടാവും. എന്താണ് ഒക്യുപ്പേഷണൽ മീൻസ്? തൊഴിൽ സംബന്ധമായ മാലഡീസ്, പ്രോബ്ലംസ്, ഇഷ്യൂസ് ഉണ്ടാവും, ഒരുപാട് തിരക്കുകളുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു പരീക്ഷ, അദ്ദേഹം അതിൽ നിന്നൊക്കെ ആ തിരക്കുകളിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്രാവശ്യം എന്നെ ഇംപ്രസ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. To be unsought by imprisonment is, I imagine, less difficult than to be unspoiled by office. ഇംപ്രിസൺമെൻറ്റിൽ നിന്ന് ശത്രുതയില്ലാതെ പുറത്തു വരിക എന്നുള്ളത് അദ്ദേഹം പറയുന്നു, ആർണോൾഡ് ടോയിൻബി പറയുന്നു, ഞാൻ സങ്കല്പിക്കുന്നു, ലെസ് ഡിഫിക്കൽട്ട് ദാൻ ടു ബി അൺസ്പോയിൽഡ് ബൈ ഓഫീസ്. ഒരു ഓഫീസിൽ നിന്ന് അൺസ്പോയിൽ ചെയ്യപ്പെടുക എന്നുള്ളതിനേക്കാളും ബുദ്ധിമുട്ട് കുറവാണ്. അതായത് ശരിക്കും അദ്ദേഹം പറയുന്നത്, ഒരു ഓഫീസിലെ ഒരു ഹാർഡ് വർക്ക്, ഒരു പ്രധാനമന്ത്രിയുടെ ഒക്യുപ്പേഷണൽ മാലഡീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇംപ്രിസൺമെൻറ്റ് പോലെ തന്നെയാണ്. അതിൻ്റെ അത്രയും വരില്ല ഒരു ജയിൽവാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രക്കും തിരക്കായിരിക്കും സാധാരണ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ. എന്നിട്ട് പോലും ഹീസ് ഗെറ്റിംഗ് ഹിസ് ടൈം ടു റിസീവ് ദ ഗസ്റ്റ്, അല്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ബ്രാക്കറ്റിൽ പറയുന്നു, ഐ ആം ഗസ്സിങ് ഐ ഹാവ് ഹാഡ് നോ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ഐദർ ദീസ് ടു സെർച്ചിങ് ടെസ്റ്റ് ഓഫ് ക്യാരക്ടർ. ഇതൊക്കെ ഞാൻ ഗസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ അദ്ദേഹം പറയുന്നില്ലേ, ജയിൽവാസത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ ഇംപ്രിസൺമെൻറ്റിൽ
അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നത്തിനെ പറ്റിയും അതേപോലെ ആസ് എ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒക്യുപ്പേഷണൽ മാലിറ്റീസ്, തൊഴിൽ സംബന്ധമായ തിരക്കുകളെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ഐ എം ഗസ്സിങ്, ഞാനിത് ഗസ് ചെയ്യാണ്. കാരണം എന്താ, ഇതൊക്കെ എൻ്റെ ഒരു ഗസ്സാണ്. ഐ ഹാവ് ഹാഡ് നോ പേഴ്സണൽ എക്സ്പീരിയൻസ്, കാരണം എനിക്ക് അങ്ങനെ വ്യക്തിപരമായ അനുഭവങ്ങളൊന്നുമില്ല. ഓഫ് ഐദർ ഓഫ് ദീസ് ടു സെർച്ചിങ് ടെസ്റ്റ് ഓഫ് ക്യാരക്ടർ, ഈ രണ്ട് ക്യാരക്ടറേയും സെർച്ചിങ് ടെസ്റ്റ് ചെയ്യാനുള്ള, അതായത് ഞാൻ പ്രൈം മിനിസ്റ്ററും ആയിട്ടില്ല, ടോയിൻബി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പ്രൈം മിനിസ്റ്ററും ആയിട്ടില്ല, അദ്ദേഹത്തിന് ഒരു ഇംപ്രിസൺമെൻറ്റ്, ഒരു ജയിൽവാസവും കിട്ടിയിട്ടില്ല, പക്ഷേ അദ്ദേഹം ജസ്റ്റ് ഗസ് ചെയ്യുകയാണ്. ബൈ നൗ മിസ്റ്റർ നെഹ്റു ഹാഡ്, ആസ് ഐ ഹാവ് നോട്ടഡ്, ബീൻ പ്രൈം മിനിസ്റ്റർ ഫോർ നിയർലി 10 years. ഈ ഒരു സമയത്തേക്ക് അദ്ദേഹം ഈ മീറ്റ് ചെയ്യുന്ന സമയത്തെ പറ്റിയാണ് പറയുന്നത്. നെഹ്റു ഹാഡ്, ഐ ഹാവ് നോട്ടഡ്, നെഹ്റു എന്താണ്, he has been the prime minister for nearly 10 years. 10 വർഷത്തോളം പ്രൈം മിനിസ്റ്ററായിട്ട് ഇങ്ങനെ തുടരുകയാണ്. Yet there he was still human and still buoyant. എന്നിട്ടും here he was, ഇവിടെ അദ്ദേഹം still human, ഇപ്പോഴും അദ്ദേഹം ഒരു മനുഷ്യനാണ്, മാനുഷിക മൂല്യങ്ങളുള്ള ആളാണ്. ആൻഡ് സ്റ്റിൽ ബോയൻ മീൻസ് ഹാപ്പി, ഇപ്പോഴും അദ്ദേഹം വളരെ സന്തോഷവാനാണ്. എ ഹ്യൂമൻ spontaneity and a youthful buoyancy were the impressions of him that I carried away with me this time. ഒരു സ്വാഭാവികതയുള്ള ഒരു ഹ്യൂമൻ സ്പോണ്ടൈനിറ്റി മീൻസ് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യൻ, ആൻഡ് എ യൂത്ത്ഫുൾ ബോയൻസി, ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഉന്മേഷമുള്ള, ബോയൻസി മീൻസ് ഉന്മേഷം, വെർ ദി ഇംപ്രഷൻസ് ഓൺ ഹിം ദാറ്റ് ഐ ക്യാരിഡ് അവേ വിത്ത് മീ ദിസ് ടൈം. ഈ ഒരു സമയത്ത് മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയത് ഈ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ ഒരു ഇംപ്രഷൻ ആയിരുന്നു. അതായത് 10 വർഷത്തോളം പ്രൈം മിനിസ്റ്ററായിട്ട് രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റിനോട് കാണിക്കുന്ന ആ ഒരു കരുതൽ, സമയം കണ്ടെത്തി എന്നുള്ളതാണ് ഒരു വലിയൊരു ഇംപ്രഷനായിട്ട് ഇപ്രാവശ്യം ഞാൻ നെഹ്റുവിനെ ആ ഒരു മതിപ്പ് എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. My third and last meeting with Mr. Nehru was in February 1960. എൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ നെഹ്റുവിനുമായിട്ടുള്ള മീറ്റിംഗ് ഫെബ്രുവരി 1960 I was now back in New Delhi to give the second of the Maulana Azad Memorial Lectures. ഈ സമയത്ത് ഞാൻ ഡൽഹിയിൽ വന്നത് മൗലാന ആസാദ് മെമ്മോറിയൽ ലെക്ചേഴ്സ്, മൗലാന ആസാദിൻ്റെ മെമ്മറിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ലെക്ചേഴ്സിൽ പങ്കെടുക്കാനാണ്. ഗിവ് ദ സെക്കൻഡ്, അതിലെ രണ്ടാമത്തെ ലെക്ചറിൽ പങ്കെടുക്കാനാണ്. ആൻഡ് വൺസ് അഗെയിൻ, ഒരു പ്രാവശ്യം കൂടെ ഇത്തവണയും അദ്ദേഹം പറയുകയാണ്, മിസ്റ്റർ നെഹ്റു ഫൗണ്ട് ടൈം ടേക്ക് പാർട്ട് ഇൻ ആൻ അക്കാദമിക് ഫംഗ്ഷൻ. നെഹ്റു ഫൗണ്ട് ടൈം, സമയം കണ്ടെത്തി, ടു ടേക്ക് പാർട്ട് ഇൻ ആൻ അക്കാദമിക് ഫംഗ്ഷൻ, ഒരു അക്കാദമിക് ഫംഗ്ഷനിൽ, ഒരു അക്കാദമിക് പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി. മൗലാന ആസാദിനെ പറ്റി പറയുകയാണ്. മൗലാന ആസാദ് ഇൻ ഹൂസ് മെമ്മറി ദ ലെക്ചർഷിപ്പ് ഹാഡ് ബീൻ ഫൗണ്ടഡ്. മൗലാന ആസാദ് അദ്ദേഹത്തിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ലെക്ചർഷിപ്പ് നടത്തുന്നത്. ഹാഡ് ബീൻ എ തിയോളജിയൻ. അദ്ദേഹം ആരായിരുന്നു? മൗലാന ആസാദ് ആരായിരുന്നു? ഹാഡ് ബീൻ എ തിയോളജിയൻ മീൻസ് ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ എന്നൊക്കെ നമ്മൾ പറയാം, ഒരു മതപണ്ഡിതനായിരുന്നു. ലേൺ ഇൻ ദി ഇസ്ലാമിക് റിലീജിയസ് ലോ, അദ്ദേഹം നന്നായിട്ട് പഠിച്ച ഒരാളായിരുന്നു. എന്ത്? ഇസ്ലാമിക് റിലീജിയസ് ലോ, മുസ്ലിം മതനിയമങ്ങളൊക്കെ. അറ്റ് ദ സെയിം ടൈം ഹി ഹാഡ് ബീൻ ആൻ ആക്റ്റീവ് ആൻഡ് പ്രോമിനൻറ്റ് ഇന്ത്യൻ നാഷണലിസ്റ്റ്. അതേസമയം മതം നന്നായി പഠിച്ച ഒരാൾ ആയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ, അറ്റ് ദ സെയിം ടൈം ഹി ഹാഡ് ബീൻ ആൻ ആക്റ്റീവ് ആൻഡ് പ്രോമിനൻറ്റ്, ആക്റ്റീവായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് ആയിരുന്നു, ഒരു ദേശീയവാദിയും കൂടിയായിരുന്നു അദ്ദേഹം. ആക്റ്റീവ് ആൻഡ് പ്രോമിനൻറ്റ് ഇനഫ് ടു സീ ദ ഇൻസൈഡ് ഓഫ് ബ്രിട്ടീഷ് പ്രിസൺസ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒന്നുകൂടെ അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് ഉറപ്പിച്ച് പറയുകയാണ്, അദ്ദേഹം ആക്റ്റീവാണ്, വളരെ പ്രൊമിനൻ്റ് ആണ്. എത്രമാത്രം എന്നറിയോ? പ്രൊമിനൻറ്റ് ഇനഫ് ടു സീ ദ ഇൻസൈഡ് ഓഫ് ബ്രിട്ടീഷ് പ്രിസൺസ്. ബ്രിട്ടീഷ് ജയിലുകളുടെ ഉള്ളു കാണാൻ മാത്രം അത്രയും പ്രമുഖൻ. ബ്രിട്ടീഷ് ജയിലിൻ്റെ ഉള്ളു കാണുക എന്ന് പറയുന്നത് ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അത്രയും വളരെ സ്ട്രോങ് ആയിട്ട് ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമാണല്ലോ അവർ പിടിച്ച് ജയിലിലടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പ്രിസൺസ് കാണുക എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഒരു ഓണറാണ്, ഒരു വലിയൊരു
സ്ഥാനമാണ്. ആരെപ്പോലെ? ലൈക്ക് പണ്ഡിറ്റ് നെഹ്റു ആൻഡ് മഹാത്മാഗാന്ധി, നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും പോലെ. ആൻഡ് ലാർജ് നമ്പേഴ്സ് ഓഫ് ദീസ് ലീഡേഴ്സ് കോംറേഡ്സ്, അതേപോലെ ലാർജ് നമ്പേഴ്സ്, വലിയ എണ്ണം ഓഫ് ദീസ് ലീഡേഴ്സ് കോംറേഡ്സ്, ഈ നേതാക്കളുടെ കൂട്ടാളികൾ. കോംറേഡ്സ് മീൻസ് നമ്മൾ സഖാവ് എന്നൊക്കെ പറയും, അതായത് കൂട്ടുകാരൻ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയുള്ള, അതായത് നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും അതേപോലെയുള്ള ഒരുപാട് ആളുകളും ബ്രിട്ടീഷ് പ്രസൻസ് കണ്ട ആളുകളാണ്. അപ്പോൾ ബ്രിട്ടീഷ് പ്രസൻസ് കണ്ട ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും പ്രമുഖരാണ്. ദേ ആർ പ്രോമിനൻറ്റ്, ദേ ആർ ഫേമസ്. അതിൽപ്പെട്ട ആളാണ് മൗലാന അബുൽ കലാം ആസാദ്. വെൻ മിസ്റ്റർ ജിന്ന ഹാഡ് കം ഔട്ട് ഇൻ ഫേവർ ഓഫ് പാർട്ടിഷൻ. ഇനി മൗലാന ആസാദിൻ്റെ വേറൊരു പ്രത്യേകതയാണ് പറയുന്നത്. വെൻ മിസ്റ്റർ ജിന്ന ഹാഡ് കം ഔട്ട് ഇൻ ഫേവർ ഓഫ് പാർട്ടിഷൻ. നമുക്കറിയാം, ജിന്നയാണ്, മുഹമ്മദ് അലി ജിന്നയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് അനുകൂലമായിട്ട് വന്ന ഒരാൾ. ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ട്, പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ വിഭജനത്തിന് അനുകൂലമായി വന്നപ്പോൾ മൗലാന ആസാദ് ഹാഡ് ഓപ്റ്റഡ് ഫോർ ഇന്ത്യ. മൗലാന ആസാദ് ഇന്ത്യയെ സെലക്ട് ചെയ്ത ആളാണ്, ഇന്ത്യയെ ഓപ്റ്റ് ചെയ്ത ആളാണ്. നോട്ട് ഫോർ പാകിസ്ഥാൻ, പാകിസ്ഥാന് വേണ്ടി വാദിച്ച അല്ലെങ്കിൽ പാകിസ്ഥാനെ ഓപ്റ്റ് ചെയ്ത, സെലക്ട് ചെയ്ത ആളല്ല, മുസ്ലിം ആയിരുന്നിട്ട് പോലും. He had been independent India's first minister of education. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ മീൻസ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് ഹിസ് ഇന്ത്യൻ കോമ്പാട്രിയോട്സ് ഹാഡ് വാല്യൂഡ് ആൻഡ് ഓണേർഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്വദേശക്കാർ, ഇന്ത്യൻ കൂടെ വസിക്കുന്ന ആളുകൾ, അതാണ് സ്വദേശക്കാർ. കോമ്പാട്രിയോട്സ് ഹാഡ് വാല്യൂഡ് ആൻഡ് ഓണേർഡ് ഹിം. അദ്ദേഹത്തിനെ വളരെ വിലപ്പെട്ടതായി കണക്കാക്കി. ആൻഡ് ഓണേർഡ് ഹിം, അദ്ദേഹത്തിനെ ആദരിച്ചു. എന്തിന്? പ്രൈമർലി ഫോർ വാട്ട് ഹി വാസ്. പ്രൈമർലി ഫോർ, പ്രാഥമികമായിട്ട് വാട്ട് ഹി വാസ്, അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതിൽ അദ്ദേഹത്തിനെ ആദരിച്ചു. ബട്ട് ഓൾസോ ഫോർ വാട്ട് ഹി സിംബലൈസ്ഡ്. മാത്രമല്ല അദ്ദേഹം എന്തിനെ പ്രതീകമായി കാണിച്ചോ, അദ്ദേഹം സിംബലൈസ് ചെയ്തത്, എന്തിനാണോ അദ്ദേഹം പ്രതീകമായി കാണിച്ചത്, അതിനു വേണ്ടിയും ആ ഒരു കാര്യത്തിലും അദ്ദേഹത്തിനെ ഓണർ ചെയ്തു, അദ്ദേഹത്തിനെ ആദരിച്ചു ഇന്ത്യക്കാർ. മൗലാന ആസാദ് വാസ് ആൻ എമിനൻറ്റ് പേഴ്സണാലിറ്റി. മൗലാന ആസാദ് വളരെ ശ്രേഷ്ഠനായ, പ്രമുഖനായ ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വമായിരുന്നു. ആൻഡ് ബിസൈഡ്സ് ബീയിങ് ദാറ്റ്, അതിനൊക്കെ പുറമെ, ഹി സ്റ്റുഡ് ഫോർ ഗാന്ധിസ് ആൻഡ് നെഹ്റൂസ് ഐഡിയൽ ഓഫ് എ സെക്യുലർ ഇന്ത്യൻ സ്റ്റേറ്റ്. അദ്ദേഹം ഹി സ്റ്റുഡ് ഫോർ മീൻസ് അദ്ദേഹം കൂടെ നിന്നു, അദ്ദേഹം നിന്നു എന്തിന്? ഗാന്ധിജീസ് ആൻഡ് നെഹ്റൂസ്, ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഐഡിയോളജിയിൽ, അവരുടെ ആ ഒരു എന്താണ്, സെക്യുലർ ഇന്ത്യ എന്നുള്ളത്, മതേതര ഇന്ത്യ എന്നുള്ള ആ ഒരു ഐഡിയോളജിയിൽ ഗാന്ധിജിയുടെയും നെഹ്റുയുടെയും കൂടെ നിന്ന ആളാണ്. ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്, ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് ദ മുസ്ലിം മൈനോറിറ്റി were to have equal rights with their ഹിന്ദു ഫെലോ സിറ്റിസൻസ്. ഗാന്ധിജിയും നെഹ്റുവും സ്വപ്നം കണ്ട സെക്യുലർ ഇന്ത്യ എങ്ങനെയായിരുന്നു? മെമ്പേഴ്സ് ഓഫ് ദി മുസ്ലിം മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി ഇല്ലേ, അതായത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ അംഗങ്ങൾക്ക് were to have equal rights, ഒരേ അധികാരമുണ്ടാവും, ഒരേ അവകാശങ്ങളുണ്ടാവും. വിത്ത് ദെയർ ഹിന്ദു ഫെലോ സിറ്റിസൻസ്, അവരുടെ സഹോദരന്മാരായ ഹിന്ദുക്കളുടെ അത്ര തന്നെ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടാവുന്ന ഒരു സെക്യുലർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെയും നെഹ്റുയുടെയും കൂടെ നിന്ന ആളാണ് മൗലാന ആസാദ്. ഓക്കെ, ഇപ്പോൾ ഈ മൗലാന ആസാദിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. മൗലാന ആസാദ് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വളരെ പോപ്പുലർ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ സംഘടിപ്പിച്ച ലെക്ചറിൽ പങ്കെടുക്കാനാണ് ടോയിൻബി വരുന്നത്. അതിലാണ് മൂന്നാമത് നെഹ്റുവിനെ കണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സോട് കൂടി ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം, പിന്നെ ഇതിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് എടുക്കുന്നത്, കാരണം ആസ് ബിഗിനേഴ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരുപാട് അങ്ങ് എടുത്തു പോയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഗ്രാജ്വലി നമ്മൾ കണ്ടൻറ്റ് കുറച്ച് കൂട്ടി എടുക്കാം. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഇതിലെ വേർഡ്സ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നിങ്ങൾ ഗ്ലോസറി കാണാം. ഗ്ലോസറി മീൻസ് ഡിക്ഷണറി എന്നുള്ളൊക്കെയുള്ള ഒരു മീനിങ് ആണ്. അതായത് കുറേ വേർഡ്സ് പുതിയതായിട്ട് ഈ വന്ന വേർഡ്സും അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം, അത് എഴുതിയെടുക്കുകയും വേണം. ആ ഇംഗ്ലീഷ് മീനിങ് ഇനിയില്ല, എഴുതിയെടുത്തിട്ടില്ല എങ്കിലും ജസ്റ്റ് മലയാളം മീനിങ് എന്തായാലും നോക്കി ഡിക്ഷണറി നോക്കി പഠിച്ച് വെച്ചിട്ടുണ്ടാവണം. അല്ലാതെ നമുക്ക് ഈവൻ ക്വസ്റ്റ്യൻ പോലും എക്സാമിന് ചിലപ്പോൾ മനസ്സിലാവാത്ത അവസ്ഥ വരും. ഓക്കെ,
അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, ചാപ്റ്റർ നന്നായി വായിക്കുക.